നവകേരള നിർമ്മിതിയുടെ പാതയിലാണ്. കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിനും പൊതുവിലും വൈപ്പിൻ മണ്ഡലത്തിൻ്റെ വികസനത്തിന് പ്രത്യേകിച്ചും ബജറ്റിന് പുറത്ത് കിഫ്ബിയുടെ ധനസഹായത്തോടു കൂടിയുള്ള ധാരാളം വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഏറ്റെടുത്ത് നടപ്പാക്കി വരികയാണ്. സർക്കാരിനെ ഈ സന്ദർഭത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. വൈപ്പിൻ മണ്ഡലം വളരെ ലോകപ്രശസ്തമായൊരു മണ്ഡലമാണ്. 1341 പ്രളയത്തെ തുടർന്നുണ്ടായതാണ് വൈപ്പിൻ കരയും അതിനോട് ചേർന്ന ദ്വീപ് പ്രദേശങ്ങളും. ഇപ്പോഴും വികസനം തേടുന്ന മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. വൈപ്പിൻ മണ്ഡലത്തിൻ്റെ അടിസ്ഥാന വികസനത്തിന് വേണ്ടി ധാരാളം പദ്ധതികൾ സർക്കാർ കിഫ്ബിയുടെ ധനസഹായത്തോടു കൂടി ഏറ്റെടുത്ത് നടപ്പാക്കുകയാണ്. മണ്ഡലത്തിലെ ഏക ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ് വൈപ്പിൻ കോളേജ്. ആ കോളേജിൻ്റെ വികസനത്തിന് വേണ്ടി ഏകദേശം 9,32,00,000 രൂപ സ്ഥലമെടുപ്പിന് കിഫ്ബി അനുവദിച്ചിട്ടുണ്ട്. ആ സ്ഥലമെടുപ്പിനുള്ള തുക മതിയാകില്ല. അപ്പോൾ അധിക തുകയ്ക്ക് വേണ്ടി സർക്കാരിലേക്ക് അനുമതി ചോദിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ 6 കോടി രൂപയുടെ കെട്ടിട നിർമ്മാണത്തിനും 10 കോടി രൂപ കെട്ടിട നിർമ്മാണത്തിനും ഇതിനകം കിഫ്ബി അനുവദിക്കുകയും അതിൻ്റെ നടപടികൾ പുരോഗമിക്കുകയാണ്. വൈപ്പിൻ മണ്ഡലത്തിൻ്റെ വികസനത്തിൽ അതൊരു വലിയ കുതിപ്പായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. വിദ്യാഭ്യാസ മേഖലയിലെ നമ്മുടെ ഹൈസ്കൂളുകളെല്ലാം മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി എളങ്ങുന്നപ്പുഴ ഹൈസ്കൂളിൽ 1,30,00,000 രൂപയുടെ ഒരു പദ്ധതി ആവിഷ്കരിച്ച് മുന്നേറുകയാണ്. കടമുക്കുടി പഞ്ചായത്തിലും ഏകദേശം 2 കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കുന്ന പ്രക്രിയ പുരോഗമിക്കുകയാണ്. നായരമ്പലത്ത് ഫിഷ് മാർക്കറ്റ് 2,67,00,000 രൂപയുടെ പദ്ധതിയാണ്. തീരദേശ വികസന കോർപ്പറേഷൻ്റെ ഏജൻസിയായി അവരുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് നായരമ്പലം ഫിഷ് മാർക്കറ്റ്. മറ്റു പശ്ചാത്തല സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ വലിയ കുതിച്ചുചാട്ടം വരാൻ പോവുകയാണ്. ഉദാഹരണം ഏതാണ്ട് 48 കോടി രൂപയാണ് പിഴല കടമക്കുടി മേഖലയിൽ നടപ്പാക്കാനായിട്ട് കിഫ്ബി തീരുമാനിച്ചിട്ടുള്ളത്. അവിടെ നിരവധി പാലങ്ങൾ ജിഡയുടെ സഹായത്തോടു കൂടി നടക്കുന്നതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ പിഴല കടമക്കുടി പാലത്തിന് 48 കോടി രൂപ കിഫ്ബി അനുവദിച്ചിട്ടുള്ളത്. അതിനാവശ്യമായിട്ടുള്ള സ്ഥലമെടുപ്പും അപ്രോച്ച് റോഡുകളുടെ വികസനത്തിനെല്ലാം വേണ്ടിയിട്ടുള്ള നടപടികൾ അവിടെ പുരോഗമിച്ചു വരികയാണ്. കടമക്കുടി പഞ്ചായത്തിൻ്റെ വലിയ മാറ്റത്തിന് വഴിവെക്കുന്ന ഒരു സംരംഭമായിരിക്കും തീർച്ചയായിട്ടും അത്. അതുപോലെ തന്നെ ഒരു 100 കൊല്ലത്തെ വൈപ്പിൻകരയിലെ ജനതയുടെ സ്വപ്നമായിരുന്നു മുനമ്പം അഴീക്കോട് പാലം. അത് 100 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് മുന്നേയുള്ള പൂർവികർ ആഗ്രഹിച്ച ഒരു പാലമാണ്. തൃശ്ശൂർ ജില്ലയുമായും എറണാകുളം ജില്ലയുമായി ബന്ധിപ്പിക്കുന്നൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ്. 146 കോടി രൂപയുടെ മുനമ്പം അഴീക്കോട് പാലം അത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന ജനുവരി ഫെബ്രുവരി മാസത്തിൽ കമ്മീഷൻ ചെയ്യാൻ കഴിയത്തക്ക തരത്തിൽ അതിൻ്റെ പ്രവൃത്തി പുരോഗമിക്കുന്നു. അങ്ങേയറ്റം ആഹ്ലാദകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണത്. അതുപോലെ തന്നെ തീരദേശ റോഡ്
തീരദേശ റോഡ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരദേശ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതിൽ എറണാകുളം ജില്ലയിൽ 2 പ്രധാനപ്പെട്ട റീച്ചാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അത് ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി വരെയും, ഫോർട്ട് കൊച്ചി കഴിഞ്ഞാൽ പുതുവൈപ്പ് മുതൽ മുനമ്പം വരെ ഏതാണ്ട് 25-26 കിലോമീറ്റർ തീരദേശം പങ്കുവെക്കുന്ന 14.5 മീറ്റർ വീതിയിലുള്ള തീരദേശ റോഡ്. അത് വലിയ ഒരു കുതിച്ചുചാട്ടമായിരിക്കും. അതിൻ്റെ ഭാഗമായി കിഫ്ബിയുടെ പൊതുവിൽ കേരളത്തിൽ ആയിരക്കണക്കിന് കോടി രൂപ അതിന് കിഫ്ബി മാറ്റിവെച്ചിട്ടുണ്ടെന്നുള്ളത് സന്തോഷകരമാണ്. അതിലേതാണ്ട് 237 കോടി രൂപയോളം സ്ഥലമെടുപ്പിനും അതിൻ്റെ റോഡ് വികസനത്തിനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വൈപ്പിൻ മണ്ഡലത്തിലാണ് ചെലവഴിക്കുന്നത്. തീരദേശ റോഡ് മുറിഞ്ഞു പോകാതിരിക്കാൻ ഞാൻ നൽകിയ നിർദ്ദേശം സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. അത് ഒരു തുരങ്കപാതയാണ്. കടലിനടിയിലൂടെയുള്ള ഒരു ടണൽ നിർമ്മിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യത്തെ സംരംഭമായിരിക്കും. ഒരുപാട് ടൂറിസം പൊട്ടൻഷ്യലുള്ള ഒരു സംഭവമായിരിക്കും. സർക്കാരിൻ്റെ നിവേദനം പരിഗണിക്കുകയും അതിൻ്റെ ഭാഗമായി കേരളയിലൊരു സാധ്യതാ പഠനം നടത്തി സർക്കാരിൻ്റെ പരിഗണനയിൽ അത് ഉണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ കൂടി സഹായം ലഭിച്ചാലേ ആ പദ്ധതി പൂർണ്ണമാകൂ. ഏതാണ്ട് 1500 കോടിയിൽ അധികം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഒരു പദ്ധതിയാണ് ആ ടണൽ നിർമ്മാണം. അത് വരുമ്പോൾ വലിയ മാറ്റങ്ങളാണ് നമ്മുടെ വൈപ്പിൻ മണ്ഡലത്തിൽ സംഭവിക്കാൻ പോകുന്നത്. കിഫ്ബിയുടെ മറ്റ് പദ്ധതികൾ പലതും നടന്നു കഴിഞ്ഞിട്ടുണ്ട്. 5 കോടി രൂപ മുടക്കിക്കൊണ്ടാണ് ഞാറക്കൽ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 5 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി അത് നമ്മൾ നാടിന് സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വൈപ്പിൻ മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ ഒരു പ്രധാനപ്പെട്ട പഞ്ചായത്താണ് മുളവുകാട് പഞ്ചായത്ത്. ആ മുളവുകാട് പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള വല്ലാർപാടം പനമ്പുകാട് പ്രദേശമുണ്ട്. വളരെ മനോഹരമായ സ്ഥലമാണ്. അപ്പോൾ വേലിയേറ്റ നാളുകളിലെല്ലാം വേലിയേറ്റത്തിൻ്റെ ധാരാളം ദുരിതങ്ങൾ അനുഭവിക്കുന്നൊരു ജനതയാണ് അവിടെ താമസിക്കുന്നത്. അതിനൊരു പരിഹാരം എന്ന നിലയിലാണ് ഗതാഗത സൗകര്യത്തിനും ഈ വേലിയേറ്റത്തിൻ്റെ പ്രശ്നങ്ങളെ പ്രതിരോധിക്കാനും കഴിയുന്ന വിധത്തിലുള്ളൊരു പദ്ധതിയാണ് വല്ലാർപാടം ബണ്ട് റോഡ്. ആ വല്ലാർപാടം ബണ്ട് റോഡിന് 30 കോടി രൂപയോളം ജിഡയുടെ സഹായവും 20 കോടി രൂപ കിഫ്ബിയുടെ ധനസഹായത്തോടു കൂടി അങ്ങനെ 50 കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് നടപ്പാക്കാൻ പോകുന്നത്. അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് അതിവേഗം പോകുന്നതിന് ഉള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. നിർവഹണ ഏജൻസി കേരളത്തിൻ്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. അതുപോലെ തന്നെ നായരമ്പലം ധാരാളം വികസന കാര്യങ്ങൾ നടക്കുന്ന മണ്ഡലമാണ്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ 7.5 കോടി രൂപയുടെ മത്സ്യഗ്രാമം പദ്ധതി അവിടെ നടപ്പാക്കാൻ പോകുന്നു. അതിൻ്റെ എല്ലാം തുടർച്ചയിലാണ് കിഫ്ബിയുടെ ധനസഹായത്തോടു കൂടിയുള്ള നായരമ്പലം ഹെഡ്ബഡ് പാലം. അതും അതിൻ്റെ നടപടികളെല്ലാം പൂർത്തീകരിച്ച് ഹെഡ്ബഡ് പാലം അതിൻ്റെ നിർമ്മാണത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. നമ്മൾ നടപ്പാക്കിയ മറ്റൊരു പദ്ധതിയാണ് 1.5 കോടി രൂപ മുടക്കി കുഴിപ്പള്ളി പഞ്ചായത്തിൽ നമ്മുടെ കേരള സർക്കാരിൻ്റെ സബ് രജിസ്ട്രാർ ഓഫീസിൻ്റെ കെട്ടിടം പണി ഇതിനകം പൂർത്തീകരിക്കുകയുണ്ടായി. മറ്റൊന്ന് വൈപ്പിൻ പള്ളിപ്പുറം റോഡിൻ്റെ വൈപ്പിൻ ജനതയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏക ആശ്രയമായ മറ്റൊരു ബദൽ യാത്രാമാർഗമാണ് വൈപ്പിൻ പള്ളിപ്പുറം പാരലൽ റോഡ്.
അതും കോടിക്കണക്കിന് രൂപ കിഫ്ബിയുടെ ധനസഹായത്തോടു കൂടി മുടക്കി പാരലൽ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. എടവനക്കാട് പ്രദേശത്തൊരു 2.5 കിലോമീറ്റർ കടൽ കയറുന്നതിൻ്റെ ഭാഗമായി ആ പ്രവർത്തനങ്ങൾ ഒരു നിശ്ചലാവസ്ഥയിൽ വന്നതൊഴിച്ചാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. BMBC നിലവാരത്തിൽ ആ റോഡിൻ്റെ ടാറിങ് കൂടി നടത്തേണ്ട ഒരു കാര്യമാണ് ഉള്ളത്. അവിടുത്തെ ടൂറിസം വൈപ്പിൻകരയുടെ ടൂറിസം വികസന സാധ്യതകളിൽ ഈ പാരലൽ റോഡ് വളരെ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നതാണ്. രജത ജൂബിലിയിൽ കിഫ്ബി ഉറപ്പാക്കുന്നു ധനലഭ്യത, ഗുണനിലവാരം, സമയക്രമം.